തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ മുതിർന്ന നടിമാരിൽ ഒരാളാണ് രാധിക ശരത് കുമാർ. വളരെ മുൻപ് തന്നെ സിനിമയിൽ സജീവമായ നടി നായികയായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിനിടെ രണ്ടു മൂന്ന് വിവാഹങ്ങൾ കഴിച്ച നടി ഇപ്പോൾ നടൻ ശരത് കുമാറിന്റെ ഭാര്യയാണ് ഭാര്യയായി ജീവിക്കുകയാണ്. തമിഴ് സിനിമയിലും സീരിയലുകളിലും ആണ് രാധിക ഇപ്പോൾ സജീവമാകുന്നത്. അമ്മ കഥാപാത്രങ്ങളിലൂടെ മലയാളത്തിൽ അഭിനയിക്കാറുണ്ട്. ഇതിനിടെ നടി ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനോട് അനുബന്ധിച്ച് മലയാള സിനിമയിൽ നടക്കുന്ന വിവാദങ്ങളും പ്രതികരിച്ചാണ് രാധിക എത്തിയത്. മലയാളത്തിൽ അഭിനയിക്കുമ്പോൾ കാരവാനിൽ ക്യാമറ ഘടിപ്പിച്ച് ചിലർ നടിമാരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്താറുണ്ടെന്നാണ് രാധിക ആരോപിച്ചത്. ഈ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് താരങ്ങൾ ചിരിക്കുകയും തമാശ പറയുകയും ചെയ്തെന്ന് താൻ നേരിട്ട് കണ്ടതാണെന്ന് നടി പറഞ്ഞു. ഇതിനു പിന്നാലെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്കുണ്ടായ ചില ദുരനുഭവങ്ങളെക്കുറിച്ചും രാധിക വെളിപ്പെടുത്തിയ വാക്കുകൾ വീണ്ടും വൈറലാവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ രാധിക പറഞ്ഞ കാര്യങ്ങളായിരുന്നു നടിയുടെ പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ വൈറലായത്. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പേരുകേട്ട ഒരു നടൻ എന്നെ അനുജത്തിയും സിനിമയിൽ ചുംബന രംഗത്ത് അഭിനയിക്കാൻ നിർബന്ധിച്ചെന്നും അവിടെ പീഡിപ്പിക്കപ്പെട്ടുവെന്നുമാണ് നടി രാധിക ഒരു പഴയ അഭിമുഖത്തിൽ പറഞ്ഞത്. നടൻ കമൽഹാസനെ കുറിച്ചായിരുന്നു നടിയുടെ ആരോപണം. കമൽഹാസന്റെ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങളാണ് ഉണ്ടാവാറുള്ളത്. യുവാക്കളെ ആകർഷിക്കുന്ന തരത്തിൽ അത്തരം രംഗങ്ങൾ ഇടാൻ സംവിധായകരും നിർമ്മാതാക്കളും താല്പര്യപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ കമൽഹാസന്റെ സിനിമകളിലെ ചുംബന രംഗങ്ങൾ അലിഖിത നിയമമായിരുന്നു. ചുരുക്കം ചില നടിമാർ ഇത്തരം രംഗങ്ങൾ സഖിട്ട് ചെയ്യുമ്പോൾ ചുംബന രംഗം കാരണം കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാൻ ചിലർ മടിക്കുകയാണ് ചെയ്യാറുള്ളത്. ചുംബന രംഗം ചെയ്യാനുള്ള മടി കാരണം സിപ്പിക്കുള്ളിൽ മുത്തുന്ന സിനിമയിൽ അഭിനയിച്ചതിനു ശേഷം കമലഹാസനോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് ഞാൻ കുറച്ചു. ചില സിനിമകളിലെ ചുംബന രംഗത്ത് അദ്ദേഹം ചുണ്ടിൽ അമർത്തി ചുംബിക്കുമായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ അനുജത്തിയും സമാനമായ രീതിയിൽ പീഡിപ്പിക്കപ്പെട്ടു. അന്ന് ഞാനത് തടഞ്ഞാൽ ചിലരുടെ രോഷത്തിന് പാത്രമാവേണ്ടി വന്നു. മാത്രമല്ല, അതിനുശേഷം ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടി വന്നുവെന്നുമാണ് നടി രാധിക അഭിമുഖത്തിൽ പറഞ്ഞത്. ചുംബന രംഗത്തിന്റെ പേരിൽ മുൻപ് പല നടിമാരും കമൽഹാസനെതിരെ ആരോപണമായി വന്നിരുന്നു. നടി രേഖയാണ് സമാനമായ രീതിയിൽ കമൽഹാസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സിനിമയിൽ തന്നോട് പറയാതെ ചുംബനരംഗം കയറ്റിയിരുന്നുവെന്നും പറയാതെ അദ്ദേഹം ബലം പിടിച്ച് ചുംബിച്ചതുമായിട്ടാണ് രേഖ പറഞ്ഞത്. അതുപോലെ നടി കാർത്തിക സിനിമ ഉപേക്ഷിച്ചു പോയതും കമൽഹാസനിൽ നിന്നുണ്ടായ മോശം അനുഭവം കൊണ്ടാണെന്നുമാണ് കഥകൾ. കാർത്തികയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഈ കാർത്തിക നായകനോ അങ്ങനെ എന്തോ സിനിമയാണെന്ന് തോന്നുന്നു. കമൽഹാസന്റെ അതിൽ മകളായിട്ടാണ് അഭിനയിക്കുന്നത്. ഇപ്പോൾ ഫോട്ടോഷൂട്ട് ഇത് വാരികയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഫോട്ടോഷൂട്ട് ചെയ്യില്ല, അതിൽ കമൽഹാസൻ എന്തോ ചേർന്ന് നിൽക്കാനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഒഴിവും പിടിക്കുകയൊക്കെ ചെയ്തപ്പോൾ കാർത്തിക അതിനെ എതിർത്തു, സമ്മതിച്ചില്ല. അതിൻ്റെ ദേഷ്യത്തിന് ഒരു സീനിൽ അടിക്കുന്ന സീനുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒറ്റ അടി കൊടുത്തെന്നാണ് പറയുന്നത്. അവിടെ കാർത്തിക വീഴുകയും മുഖത്ത് നല്ലപോലെ പാടുവരികയൊക്കെ ചെയ്തു. അതിനുശേഷം അഭിനയം നിർത്തി പോവുകയും ചെയ്തു കാർത്തിക. അതാണ് ലാസ്റ്റ് പടമെന്ന് എനിക്ക് തോന്നുന്നത്. തമിഴിലും കണ്ട് കാർത്തിക അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് തമിഴ് ചാനലുകളൊക്കെ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട് ആളുകൾ. കമൽഹാസൻ അടിക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. കമൽഹാസന്റെ സിനിമകളിൽ അതിൽ ഒരു സിനിമയിൽ രേഖയെ ഉമ്മ വെക്കുന്നത് രേഖയുടെ അനുവാദമില്ലാതെ പെട്ടെന്ന് കയറി അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്. സാധാരണ പറഞ്ഞിട്ട് നടിമാരോടൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പോഴൊക്കെ ചെയ്യുന്നത്. അന്ന് അങ്ങ് പെട്ടെന്ന് അങ്ങ് ചെയ്യുകയാണ് ചെയ്തത്, ഒരുമാതിരി പീഡനം പോലെ. അത് രേഖ പറഞ്ഞിട്ടുമുണ്ട്. കമൽഹാസൻ മിക്ക സിനിമകളിൽ ഏതൊക്കെയോ നടിമാർ കമൽഹാസന്റെ സിനിമകളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ നയൻതാരയൊക്കെ പിന്മാറിയിട്ടുണ്ട് കമൽഹാസന്റെ ചിത്രങ്ങളിൽ നിന്ന്. മണിരത്നം സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രത്തിൽ അത് കമൽഹാസനാണ് നായകൻ, പക്ഷെ നയൻതാര അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കൂടുതൽ കാശ് ചോദിച്ച് പിന്മാറുകയാണ് ചെയ്തത്. എത്രയോ കോടി രൂപ ചോദിച്ച് അങ്ങനെ പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ചുംബന രംഗങ്ങളൊക്കെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ എന്തോ പഴയൊരു സിസ്റ്റം ഉണ്ടല്ലോ, ഇങ്ങനെ അടുത്ത് വരുന്നു, പിന്നെ ഏതെങ്കിലും സീനറിയിലോട്ടോ വെള്ളം പൈപ്പിന്റെ വെള്ളം അങ്ങനെയൊക്കെ കാണിക്കുന്ന പഴയൊരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ കാണിച്ച പോലെ ഇതാര് കൊണ്ടുവന്നതായാലും
ഇത് മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട്. കുഞ്ചാക്കോൻ, ടോവിനോ തോമസിന്റെ ഒരിടയ്ക്ക് എല്ലാ ചിത്രങ്ങളിലും ഈ ഒരു ഇതുണ്ടാകും. അതിപ്പോ ഇല്ലെന്നാ തോന്നുന്നു. നമ്മുടെ മിന്നൽ മുരളി അതിലൊന്നും ഇല്ല ഈ ഉമ്മ വെക്കുന്ന. അത് ബിസിൽ ജോസഫിന്റെ സിനിമയായോണ്ടാവും ഇങ്ങനെയുള്ള അതിൻ്റെ ഒന്നും ആവശ്യം അങ്ങേർക്കില്ല. അത്തരത്തിലൊരു സംവിധായകനൊന്നും അല്ലാത്തതുകൊണ്ട്. അറിയാലോ ബിസിൽ ജോസഫിന്റെ ഒക്കെ ഒരു സിനിമ എന്നൊക്കെ അറിയാലോ. കുടുംബമായിട്ട് കുട്ടികളും എല്ലാവരും കാണുന്ന ഒരു പടമാണ് മിന്നൽ മുരളി എന്ന് പറഞ്ഞാൽ. അതിൽ അവിടെ അങ്ങനത്തെ ഒരു സംഭവം കയറ്റിയില്ല. മലയാളത്തിൽ അങ്ങനെ ഉമ്മ വെക്കുന്ന വീരന്മാർ ആരൊക്കെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ മുൻപന്തിയിലുള്ളത് ടോവിനോ തോമസ് ആണ്. പിന്നെയുള്ളത് കുഞ്ചാക്കോൻ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഭാര്യ പറഞ്ഞ് വിലക്കി എന്നൊക്കെ പറഞ്ഞു. ആസിഫ് അലി മോശമല്ല, ആസിഫ് അലി അങ്ങനെ കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നിർത്തിയെന്നാണ് തോന്നുന്നത്. ലാലൊക്കെ ചെന്ന് ഭാര്യയോട് പറഞ്ഞത് ക്യാമറ ഇത് ഇവരുടെ ഫസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് കാണാൻ പോയ സിനിമ എന്താ ഹണീബിയോ, ആ സിനിമയിൽ ചുംബിക്കുന്ന രംഗമുണ്ട്. അത് ക്യാമറ ട്രിക്കാന്നൊക്കെ ഭാര്യയോട് ലാല് സംവിധായകനും നടനുമായ ലാല് പറഞ്ഞെന്നൊക്കെ ആസിഫ് അലി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയ്ക്ക് പക്ഷേ ഇത് അറിയാമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ കുറേ സംഭവങ്ങൾ. അപ്പം മറ്റൊന്നുമില്ല പറയാൻ. ഈ രാധിക പറഞ്ഞ ഒരു കാര്യം, അത് ഏത് സിനിമയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ക്യാരവാനിൽ ഈ ക്യാമറ വെക്കുന്നത് അത് വെച്ചത് ഏത് സിനിമയിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദിലീപിൻ്റെ രാമലീല എന്ന സിനിമയിലാണ്. ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചാണ് ഇവരിരുന്ന് കാണുന്നത്. മുകേഷ് ഏതോ പരിപാടിയിൽ പറയുന്നുണ്ട് കോമഡി ടൈം എന്നൊക്കെ പറഞ്ഞ്. അപ്പം ഇവരത് കണ്ട് അതേപ്പറ്റി അറിഞ്ഞെന്നൊക്കെ പറയുന്നത്.